ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് സർദോസി യൂസ് ചെയ്തിട്ടുള്ള ഒരു ലീഫ് ഫില്ലിംഗ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 5 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി ഒരു മിനിമം ഒരു 5 പീസ് തന്നെയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് ലെങ്ത്തിലുള്ള ഒരു പീസ്, ഇതിനേക്കാളും കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള 2 പീസ്, ഇതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള 2 പീസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പീസ് എടുക്കുന്നത് നമ്മൾ വരച്ചിട്ടുള്ള ലീഫിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അനുസരിച്ച് ചിലപ്പോൾ ഈ ഒരു നമ്പേഴ്സ് നമുക്ക് കൂടി വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ബിയഡ് നീഡിൽ കൊണ്ടാണ്. ഒരു ലൂപ്പിനെ ഇങ്ങനെ എടുത്തു കൊടുക്കുക. അതിലേക്ക് ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, ആദ്യം അതിനെ ഒന്ന് ഇറക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെയിനും ഒരു ചെയിൻ ലോക്കും കൂടെ എടുത്തു കൊടുക്കുക. ഒരു ചെയിൻ ലോക്കും കൂടി എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും തൊട്ട മുകളിലേക്ക് പോവുക. ഈ സർദോസിനേക്കാളും കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ചെയിനും ചെയിൻ ലോക്കും കൂടെ എടുത്തു കൊടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ലൂപ്പിനെ ഒന്ന് വലിച്ചതിന് ശേഷം വീണ്ടും താഴേക്ക് വരുമ്പോൾ നമ്മൾ തൊട്ടടുത്ത ലെങ്ത്തിലുള്ള സർദോസിയെ ഇതിലേക്കൊന്ന് കയറ്റി കൊടുക്കുക. ഇതിലേക്കൊന്ന് കയറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻറ്ററിലേക്ക് തന്നെ വരിക. ചെയിനും ഒരു ചെയിൻ ലോക്കും കൂടെ എടുത്തു കൊടുക്കുക. മെല്ലെ വലിക്കണം, കാരണം നമ്മളെ ഈ സർദോസി പെട്ടെന്ന് ഡാമേജ് ആവും. നമ്മൾ സ്പ്ലിറ്റ് ആവുന്ന ത്രെഡ് കൂടാതെ ഈ സർദോസി എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ടൈപ്പാണ്. അപ്പോൾ അതും നന്നായിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർന്നു പോരും. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത സർദോസി വീണ്ടും എടുത്ത് ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ അതേ ലെങ്ത്തിൽ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെയിനും ഒരു ചെയിൻ ലോക്കും കൂടെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സർദോസിയെ ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ഇറക്കിയതിന് ശേഷം വീണ്ടും ഈ ഒരു സെൻറ്ററിലേക്ക് വന്നിട്ട് ഒരു ചെയിനും ഒരു ചെയിൻ ലോക്കും കൂടെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുക. എന്നിട്ട് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലെങ്ത്തിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെയിനെയും ഒരു ചെയിൻ ലോക്കിനെയും കൂടെ എടുത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റിലുള്ള ലെങ്ത്തിലുള്ള സർദോസിയെ ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ഇതിൻ്റെ അടുത്തേക്ക് വരിക. ഈ സെൻറ്ററിലായിട്ട് നമ്മളൊരു ചെയിനെയും ചെയിൻ ലോക്കിനെയും എടുത്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഒന്ന് മെല്ലെ വലിച്ചു കൊടുക്കുക. ഇവിടേക്ക് അതേ ലാസ്റ്റിലുള്ള ലെങ്ത്തിലുള്ള സർദോസിയുടെ വലുപ്പത്തിൽ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ചെയിനും ചെയിൻ ലോക്കും കൂടെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ലാസ്റ്റിലുള്ള സ്ട്രിങ്ങിനെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു ചെയിൻ ലോക്ക് ഇടുക. എന്നിട്ട് നമ്മൾ എൻഡ് ലോക്കും കൂടെ ഇട്ടിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ലീഫ് ഫില്ലിങ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഔട്ട്ലൈൻ വേണമെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ.